ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പലരും മറക്കുന്നുണ്ട്. മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇന്ന് നമ്മുടെ പൂമുഖത്തിൽ ഡോക്ടർ കെ മുരളീധരൻ നായർ, അദ്ദേഹം വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഈ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് വീടിന്റെ കന്നിമൂല ഭാഗത്ത് രണ്ടാമത്തെ നിലയിൽ ബാൽക്കണി കൊടുക്കാമോ? അപ്പോൾ ഒന്നാമത്തെ നില, രണ്ടാമത്തെ നില, ആ കന്നിമൂല ഭാഗത്ത് ബാൽക്കണി കൊടുക്കാമോ? നമ്മളിപ്പോൾ ഒരു നില പണിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ നില പണിയുമ്പോൾ ഒരിക്കലും തന്നെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗം ഓപ്പൺ സ്പേസ് ഇടാനേ പാടില്ല. പല ആൾക്കാർക്ക് അബദ്ധം പറ്റിയത് എങ്ങനെയെന്നറിയാം, അകത്തെ സ്റ്റെയർ കേസ് കറങ്ങി തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് വന്ന് കയറും. അവർക്ക് ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും മതി. അവരെന്ത് ചെയ്യും, തൊട്ടടുത്ത വടക്ക് കിഴക്കേ മൂല ഭാഗത്തൊരു മുറിയും കെട്ടി അതിൻ്റെ തൊട്ടടുത്തൊരു ടോയ്ലറ്റും കെട്ടി ബാക്കിയെല്ലാം ഒഴിച്ചിടും. അപ്പോൾ ഫലത്തിൽ കന്നി താഴ്ന്ന വീടായിട്ട് വരും. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ നില പണിയുമ്പോൾ എവിടെ പണിഞ്ഞില്ലെങ്കിലും തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗത്ത് ഒരു ബെഡ്റൂം പണിയണം. പിന്നെ മറ്റെല്ലാം പണിഞ്ഞിട്ട് നമ്മുടെ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓപ്പൺ സ്പേസ്, അത് ഇത് ഓപ്പണായിട്ട് ബാൽക്കണിയായിട്ട് പാടില്ല, ഒരിക്കലും പാടില്ല. അത് ഇപ്പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താവാം. ഒരിക്കലും തന്നെ കന്നിമൂല, എന്താണ് കന്നിമൂല എന്ന് പറഞ്ഞാൽ അത് രാഹുവിൻ്റെ സ്ഥാനമാണ്. രാഹുവിൻ്റെ സ്ഥാനം ഗ്രഹങ്ങൾ കണക്കെടുക്കുമ്പോൾ വാസ്തു എന്നുള്ള ദേവൻ്റെ പാദം വരുന്ന ഭാഗമാണ്. അപ്പോൾ എന്തുകൊണ്ടും അതൊരു പവിത്രമായ ഭാഗമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഓപ്പൺ സ്പേസ് ആയിട്ട് ഇടാതെ അത് അടഞ്ഞു വയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ കാര്യമാണ് ഈ രണ്ടാം നില. ഒന്നാം നിലയിൽ അടുക്കള, ഒന്നാം നിലയിൽ അടുക്കള ഒരു ഭാഗത്ത് നമ്മൾ പിന്നെ അഗ്രികോണിൽ അല്ലെങ്കിൽ ഈശാനോണ്ട് രണ്ട് കോണിൽ വരാമല്ലോ. അങ്ങനെ വരുന്ന അതിൻ്റെ നേരെ മുകളിൽ വരുന്ന നിലയിൽ അവിടെ അടുക്കള പണിയാമോ, അവിടെ ബെഡ്റൂം പണിയാമോ, ഏതാണ്? ചില അല്ല, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ താഴെ നമുക്കൊരു അടുക്കള, ഉദാഹരണത്തേക്ക് കിഴക്കേ ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല ഭാഗത്തോ അടുക്കള താഴെ ഉണ്ട്. നമുക്ക് പ്ലാൻ പ്രകാരം ഉയരത്തെ ബെഡ്റൂം, ഒരു ബെഡ്റൂം അടുക്കളയുടെ ഉയരം വരുന്നതുകൊണ്ട് യാതൊരു നിയമ തടസ്സവുമില്ല, ആവാം, ഒരു തടസ്സവുമില്ല. എന്നാൽ ഒരേ ഒരു കാര്യത്തിനാണ് പാടെന്ന് പറയുന്നത്, നമ്മൾ ടോയ്ലറ്റ് കൊടുക്കണം, അടുക്കളയുടെ ഉയരം കൊടുക്കാൻ പാടില്ല, അത് ചെയ്യരുത്. അപ്പോൾ താഴെ അടുക്കളയുണ്ടെങ്കിൽ അതിൻ്റെ ഉയരം കൊണ്ട് ടോയ്ലറ്റ് കൊടുക്കരുത്. പൂജാമുറി ഉണ്ടെങ്കിൽ, വീട്ടിലെ പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറിയുടെ ഉയരം ടോയ്ലറ്റ് കൊടുക്കരുത്. ലെഫ്റ്റും റൈറ്റും പാടില്ല. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയൊക്കെ ചെയ്താൽ ഒരു വീടിനെ സംബന്ധമായിട്ട് എല്ലാവിധ ഐശ്വര്യമാണ്. അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ, ഇപ്പോൾ അടുക്കളയിൽ, താഴത്തെ അടുക്കളയിൽ മുകളിൽ രണ്ടാമത്തെ മുകളിൽ ബെഡ്റൂം കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ഈ അറ്റാച്ച്ഡ് ബാത്റൂം വരുമ്പോൾ കൊടുക്കല്ലെന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, ഈ അടുക്കളയുടെ അകത്ത് ബാത്ത് കൊടുക്കല്ലേ എന്ന് പറഞ്ഞത്. അടുക്കളയ്ക്ക് അകത്ത് കൊടുക്കുന്നത്. അതെ, അപ്പം അടുക്കള വരുന്ന ഭാഗത്തിൽ നിന്ന് റൂമുറി വന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് കൊടുക്കാമല്ലോ, കൊടുക്കാം. അതിനുള്ളിലേക്ക് കൊടുക്കരുത്. അതേ ഉള്ളൂ, അല്ലാതെ കൊടുക്കണം. അപ്പൊ അതാണ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ. പിന്നെ വീടിന്റെ സിറ്റ് ഔട്ടിൽ പൂജാമുറി വരുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷം വീട്ടിൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ കൊണ്ട് പൂജാമുറി വയ്ക്കാൻ നാട്ടുകാർക്ക് വേണ്ടിയായിരിക്കും. എൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അതിൻ്റെ ചൈതന്യം വെളിയിലേക്ക് പോകും. വീടിനകത്ത് നമുക്ക് ഐശ്വര്യം വേണം എങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ തന്നെ പൂജാമുറി ക്രമീകരിക്കണം. ഒരു പടമായിരുന്നതിന് ശരി, നമ്മൾ പടങ്ങൾ വയ്ക്കുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡ് വയ്ക്കണം. നമുക്ക് അകത്ത് പിന്നെ മുറിയൊന്നും കെട്ടിയെടുക്കാൻ സൗകര്യമൊന്നുമില്ല എങ്കിലാണെങ്കിൽ നമുക്ക് കിഴക്കേ ചുമരിൽ എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് സാക്ഷാൽ മഹാഗണപതിയും തൊട്ടടുത്ത അമ്മ, പിന്നെ ശൈവം, വൈഷ്ണവ, കൃഷ്ണൻ, ആരോണോ ഇടാം. നമുക്ക് ഒരു ദൈവത്തിൻ്റെ പേര് എടുത്തു പറയാൻ ഒരാളെ മാത്രം എടുത്തു പറയാം. ആരാണ്? ഗണപതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നയിക്കുന്നൊരു നല്ല ശക്തിയാണ്. അത് ശൈവത്തിലായിരുന്നാലും വൈഷ്ണവത്തിലായിരുന്നാലും ഗണപതി ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അതുകൊണ്ട് ഗണപതിയുടെ ചിത്രം വയ്ക്കണം. തൊട്ടടുത്ത അമ്മയുടെ വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം വയ്ക്കുക, ഏത് വേണം വയ്ക്കാം, തടസ്സം സ്ഥലമുള്ളടത്ത് വയ്ക്കുക. എന്നിട്ട് തീനാളം കൊടുക്കണത് 2 തീനാളം കൊടുക്കുക, കിഴക്കോട്ടും പടിഞ്ഞാട്ടും വരത്തേക്ക് തീനാളം കൊടുക്കുക. കഴിയുമെങ്കിൽ അല്പം നെയ്യ് ഒഴിക്കുക. നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളാണ്. ഒരു 1/2 ടീസ്പൂൺ ഇത് മതിയല്ലോ, ഒരു 15 മിനിറ്റ് കത്തിയാലും മതി. അത് കഴിയുമെങ്കിൽ നെയ്യൊഴിച്ച് കത്തി, അല്ലെങ്കിൽ എള്ളെണ്ണ, വെളിച്ചെണ്ണ ഒഴിവാക്കുക. ഇത് നമ്മുടെ പിന്നെ ലക്ഷ്മി വിളക്ക്. ലക്ഷ്മി വിളക്ക് ഇപ്പോൾ എല്ലാവർക്കും വെള്ളി ലക്ഷ്മി വിളക്ക് വാങ്ങാൻ
സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും ചെറിയൊരു വെള്ളി വിളക്കും അതിൽ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷനാണ്. ആദ്യം നിന്ന് വമിക്കുന്ന ഊർജ്ജ ലെവൽ ഭയങ്കരമാണ്. അതങ്ങനെ കഴിയുമെങ്കിൽ ലക്ഷ്മി വിളക്ക് സാമ്പത്തികമായിട്ടുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ട്. എങ്കിലും പൊതുവായിട്ട് പറഞ്ഞു കൊടുക്കുക. സാധാരണ നമുക്കൊരു നിലവിളക്ക് പൂജാമുറിക്കകത്ത് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നെയ്വിളക്ക് ഞാൻ പറഞ്ഞു വെള്ളിയിൽ കൊച്ച് ഒരു ലക്ഷ്മി വിളക്ക് വെള്ളിയിൽ വാങ്ങിയിട്ട് അതിൽ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും. ആരോഗ്യപരിപരമായ കാര്യങ്ങളെല്ലാം ഇത് നല്ലതാണ്. കുട്ടികളുടെ പഠനമായിരുന്നാലും ശരി, ആ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യം, എല്ലാത്തിനും ഒരു ഊർജ്ജ ലെവൽ, വീട്ടിൽ നമുക്കൊരു ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ ലെവലല്ലേ. അപ്പോൾ അത് ഓർമ്മിക്കുക. നമ്മൾ വിളക്കിൻ്റെ കാര്യത്തിലും അതിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരിക്കലും പൂജാമുറി വെക്കരുത്. അത് നിങ്ങൾക്ക് വേണ്ടി ആണ് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഒരുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പ്രയോജനം കിട്ടണം എന്നുള്ളതാണ്. പിന്നെ ഒരു ചോദ്യം, വീടിൻ്റെ സിറ്റ് ഔട്ട് നമ്മൾ പറഞ്ഞു, വീടിൻ്റെ ചുറ്റുമതിലിന് 4 ഭാഗത്തും ഗേറ്റ് കൊടുക്കാമോ എന്നുള്ളതാണ്. ഉദ്ദേശിച്ച 4 ഭാഗത്തും, ഇനി പുറത്തേക്ക് വലിയ പറമ്പ് വല്ലതും കാണുമായിരിക്കും, അങ്ങനെ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. 4 ഭാഗത്തും ഗേറ്റ് കൊടുക്കാമോ എന്നുള്ളത്. ഇത് വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്രന്ഥങ്ങളിലൊക്കെ പണ്ടൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു വീട് വയ്ക്കണമല്ലോ, വീടിൻ്റെ 4 ഭാഗത്തും റോഡോ അല്ലെങ്കിൽ നടന്നുകൊണ്ട് വഴികളോ ഉണ്ടോ, അത് നല്ലതാണോ എന്ന് കേട്ടാൽ വാസ്തുശാസ്ത്രപരമായിട്ട് നല്ലതാണ്. എന്നാൽ പ്രാക്ടിക്കലായിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ ശല്യം കാരണം ഏതെങ്കിലും ഒരു ഭാഗം ഓപ്പൺ അല്ലെങ്കിൽ 2 ഭാഗം ഓപ്പൺ വഴി വരുന്നതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നല്ലത്. അല്ലാതെ 4 ഭാഗം കൂടെ തുറന്ന് കിടന്നിരുന്നാൽ മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാതെ വാസ്തുശാസ്ത്രപരമായിട്ട് അതിനകത്ത് യാതൊരു തടസ്സവും പറയാൻ പറ്റില്ല. അതാണ് സത്യം. തീർച്ചയായും. അപ്പോൾ നമ്മൾ അതിനൊരു കണക്കുണ്ട്, ആ കണക്കിലുള്ള വാതിലുകൾ മാത്രം മതി. അല്ല എല്ലാ ഭാഗവും തുറന്നിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയായും ഓർമ്മിക്കുക. അപ്പോൾ നമ്മുടെ എപ്പിസോഡിലൂടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതിലേക്ക് നമസ്കാരം.